കൂടിയിരിക്കുന്നത് നമ്മൾ വർഷം തോറും സമൂഹത്തിന് ഏറ്റവും ചിന്താപേക്ഷിതമായ ഒരു സമൂഹമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ സാരഥികൾ എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. അവരാണ് നമ്മുടെ വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകുന്നത് എന്ന് ഞാൻ പറയും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വ്യാപാരം തരുന്ന, ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് എത്തിച്ചു തരുന്ന, നമ്മളോട് എന്നും ചേർന്ന് നിൽക്കുന്ന, നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോടും ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, നമ്മളെ കൊണ്ടാവുന്ന ഒരു ഉപഹാരം, ഒരു ചെറിയൊരു സമ്മാനം എല്ലാ വർഷവും കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഓട്ടോയ്ക്ക് ഒരു ഓണക്കോടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരനല്ല, ഓട്ടോയ്ക്കാണ് ഓണക്കോടി. അപ്പോൾ ഓട്ടോയ്ക്ക് ഒരു ഓണക്കോടി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കനായ അജിത് മല്ലയുടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ഡാറ്റ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സമ്മാന കൂപ്പണുണ്ട്. അത് ഇഷ്ടംപോലെ പ്രൈസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്നാണ് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അത് കോടിക്കണക്കിന് രൂപയുടെ ഗൃഹോപകരണങ്ങളാണ് സമ്മാനമായി നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. റോയ് 100% ശരിയാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഓട്ടുപാറ വടക്കാഞ്ചേരി മേഖലയിൽ ഇന്ന് ഈ ബിസിനസ് ഇത്ര അധികം നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഓട്ടോറിക്ഷക്കാരാണ്. സംഗതി മാർഗതടസ്സത്തിനൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ പോലും ഒരു കസ്റ്റമർ കടയിൽ കയറുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആ കസ്റ്റമർ പറയും, ഒരുപക്ഷെ ഓട്ടോറിക്ഷക്കാരനായിട്ട് പരിചയമുണ്ടെങ്കിൽ ചോദിക്കും, ഇങ്ങനെ എനിക്ക് സ്ഥാനങ്ങൾ മേടിക്കണം എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷക്കാർ സ്വാഭാവികമായിട്ട് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, റോയുടെ കടയിൽ പോകാം, അവിടെ അത്ര നല്ല എല്ലാ സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇപ്പം മറ്റേതെങ്കിലും സ്ഥാപനമൊക്കെ അങ്ങനെ ഓട്ടോറിക്ഷക്കാർ കറക്റ്റായിട്ടുള്ള ആ സ്പോട്ടിലേക്ക് എത്തിക്കുന്ന വളരെ കൃത്യമായി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ റോയായിട്ട് സംസാരിച്ചു, റോയ് പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ വരാറുണ്ട്. ഒരു വർഷം ഇതേമാതിരി തന്നെ ആ കോവിഡിൻ്റെ സമയത്താണ് എനിക്ക് തോന്നുന്നത് വേപ്രൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുത്തു. പിന്നത്തെ ഒരു വർഷം സ്കൂൾ കുട്ടികൾക്കായിട്ട് സ്കൂളും മറ്റേ ബാഗും ബുക്കും എല്ലാം കൊടുത്തിരുന്നു. ഇന്ന് അതൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഓണക്കോടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടു നടക്കണം. ഞാൻ പലപ്പോഴും ജനതാ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നതാണ്, ജനകീയരാണ് ഇവർ. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കച്ചവടം ചെയ്ത് ഇന്ന് നല്ല അഭിവൃദ്ധി എത്തിയിരിക്കുന്ന ഗ്രൂപ്പാണ് ജനതാ ഗ്രൂപ്പ്. കാരണം എല്ലാ മേഖലയിലും സ്വർണ്ണ മേഖലയുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതുമായി തന്നെ കോറി ഉണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും വളരെ സത്യസന്ധമായി ഈ സ്ഥാപനം നടക്കണം. കാരണം 1-2 തലമുറയായിട്ട് ഈ ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ അത് വിശ്വസ്തരായി ജനങ്ങൾക്ക് വിശ്വസ്ത ഉണ്ടെങ്കിൽ മാത്രമേ 1-2 തലമുറയിലേക്ക് ഈ സ്ഥാപനം നീങ്ങുള്ളൂ. അത് റോയുടെ അപ്പനായിട്ടൊക്കെ ഇവിടെ തുടങ്ങിയ ബിസിനസ് ഇന്ന് റോയി അത് കൊണ്ടുനടക്കുന്നു. സജീവമായിട്ട് റോയുടെ മകനും ഈ ബിസിനസ്സിലുണ്ട്. എന്തായാലും ഈ ഓണത്തിന് ഓട്ടോറിക്ഷക്കാർക്ക് എല്ലാവരെയും മർച്ചൻ്റ് അസോസിയേഷനും കൂടി ഓണാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ റോയിനെ സംബന്ധിച്ച് ബിസിനസ് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വടക്കാഞ്ചേരിയിലെ ഈ ജനകീയ സർവീസ് എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും അത് ഓട്ടോറിക്ഷ തന്നെയാണ്. ജനകീയ വാഹനം സാധാരണക്കാരന് ഏറ്റവും അധികം ബന്ധപ്പെട്ട് അത് ആശുപത്രിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, മറ്റു പർച്ചേസുകളിലേക്ക് പോകുമ്പോഴും എല്ലാം ഏത് വീട്ടിലും ഓട്ടോറിക്ഷക്കാരുമായിട്ടൊരു ബന്ധം എല്ലാ വീട്ടുകാരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഏത് സാധാരണക്കാരനും ഏത് അത്യാവശ്യത്തിനും വിളിച്ചാൽ ഓടി വരുന്നത്, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അവിടെ ആദ്യം എത്തുന്നതും ആളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതൊക്കെ ഓട്ടോറിക്ഷക്കാരാണ്. ആ ജനകീയമായിട്ടുള്ള ആളുകളെ, ഓട്ടോറിക്ഷക്കാരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് ജനതയാണ്. ജനത ഹോം അപ്ലയൻസ് തന്നെയാണ്. റോയറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കോവിഡ് സമയത്ത് പ്രൈസറും, കഴിഞ്ഞ വർഷം ഓട്ടോറിക്ഷക്കാരുടെ മക്കൾക്ക് പഠനത്തിന് വേണ്ട കിറ്റുകൾ വിതരണം ചെയ്തു. അങ്ങനെ ഓരോ വർഷവും വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട റോയറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. വടക്കാഞ്ചേരിയിലെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ് ജനത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രംഗത്ത് വടക്കാഞ്ചേരിയിൽ ഒരു വ്യത്യസ്തമായ മേൽവിലാസം സ്ഥാപിച്ച ഒരു ഗ്രൂപ്പാണ് ജനത. അതിൽ തന്നെ റോയിയുടെ നേതൃത്വത്തിലുള്ള J4 ഹോംസ് എന്ന ഈ പാത്ര കട എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. ഒരുവിധ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന, പച്ചക്കറി പലചരക്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ J4 ഹോംസ് റോയുടെ നേതൃത്വത്തിലുള്ള ജനത സ്റ്റോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മറ്റുള്ള പലരും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ
അവരുടെ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് അതിൻ്റേതായ ലാഭം അവരുടെ മേശയ്ക്കുള്ളിലാക്കിയതിന് ശേഷം മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കുക. നേരെ മറിച്ച് യാതൊരു ലാഭേച്ഛ കൂടാതെ സേവനം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട്, മറ്റുള്ളവരുടെ ഉന്നമനം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട്, അതുപോലെ ഞാൻ സമ്പാദിക്കുന്ന സംഖ്യയിൽ നിന്ന് നല്ലൊരു ശതമാനം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള ചിന്തയോടുകൂടി എല്ലാ കൊല്ലവും നടത്തി വരുന്ന ഈ ഓണത്തിന് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ ഈ കൊല്ലം വടക്കാഞ്ചേരി, ഓട്ടുപാറ, അതേപോലെ തന്നെ ആറങ്ങോട്ടുകര, ദേശമംഗലം, പാറളിക്കാട് മേഖലയിലെ എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മറ്റേ റോയ് പറഞ്ഞ പോലെ സാരഥികളാണ്. സാരഥി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കുന്നവർക്ക്, എല്ലാ ദിക്കിലേക്കും നമ്മളെ കൊണ്ടു നടക്കുന്ന സാരഥികളുടെ ഓണം ഗംഭീരമാകുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഓണക്കോടി, ഓണത്തിന് ഓണക്കോടി തന്നെയാണല്ലോ പ്രധാനം. അപ്പോൾ ആ ഓണക്കോടി കൊടുത്തുകൊണ്ട് ഈ കൊല്ലവും സാമൂഹ്യ സേവന രംഗത്ത് വെന്നിക്കുടി നാട്ടിക്കൊണ്ട് റോയിയുടെ കൂടെയുള്ളവരും മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള സന്മനസ്സും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഗ്രൂപ്പിൻ്റെ റോയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഗൃഹോപകരണങ്ങൾ സൂപ്പർ മാർക്കറ്റ് സാധാരണ ജനങ്ങളുടെ വാഹനമായ ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അവർക്ക് ഈ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഗിഫ്റ്റ് വിതരണത്തിന്, ഓണക്കോടി വിതരണത്തിന് മർച്ചൻ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു.